വന്ദേ ശ്രീധര തൃപ്പെരുന്നയമരും ശ്രീപത്മനാഭ പ്രഭോ. വന്ദേ ശ്രീധരി പാർവതീ പ്രിയസുതം ആചാര്യതേ മംഗളം. വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാനിധേ. വന്ദേ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഈ കരയോഗത്തിൻ്റെ ഭാരവാഹികളെ, വനിതാ സമാജത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പ്രവർത്തകരെ, ഇവിടെ ഈ നമ്മുടെ വാർഷികത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കരയോഗ അംഗങ്ങൾക്കും കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിൽ ദേശത്ര ആൾ എത്തിച്ചേർന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ വളരെ പരമാവധി ആൾക്കാരെ ഗ്രൂപ്പിലൂടെയും നോട്ടീസ് അടിച്ചും വീടാന്തരം കൊടുത്തതാണ്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പൊതുയോഗം ഉണ്ടായപ്പോഴും ഇതേ അനുഭവം തന്നെയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടും പകുതി വേസ്റ്റാക്കി കളയുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വരും കാലങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം. നമ്മളിതൊരു കുടുംബയോഗമെന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഒരാളൊന്നുമല്ല, ആർക്ക് വേണേലും എത്ര പേർക്ക് വേണേലും വരാവുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുക. ഓരോ കുടുംബക്കാരുടെ അവകാശം, ഇതിനോടുള്ള കടമയും കടപ്പാടുമാണെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. പിന്നെ നമ്മുടെ കരയോഗത്തെ സംബന്ധിച്ച് നല്ലൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെയൊക്കെ വിശ്വാസം. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് വിലയിരുത്താവുന്നേ ഉള്ളൂ. നമ്മൾ ഈ കരയോഗത്തിൻ്റെ ഈ കെട്ടിടമൊക്കെ പണിതൊക്കെ നമുക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ആ കടബാധ്യതകളൊക്കെ ഈ 2024 മാർച്ച് കൊണ്ട് നിശേഷം എല്ലാ കടബാധ്യതകളും അവസാനിച്ചിട്ടുണ്ട്. അത് സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു കടം വരുത്തേണ്ടി വന്നു. ഈ വർഷം നമ്മുടെ ഈ ഹോള് ഈ കോൺക്രീറ്റ് ചെയ്ത് വിട്ടിരിക്കുമായിരുന്നു. പക്ഷേ അത് ടൈല് വിരിച്ചത് നമ്മൾ ഈ വർഷമാണ്. ഒരു 1-2 മാസം മുമ്പാണ് ടൈല് വിരിച്ചത്. അതിലൊരു 54,000 രൂപയുടെ കടബാധ്യത വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട്. 3-4 മാസത്തെ വാടക കിട്ടിയാൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ അതിനടുത്ത് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ കരയോഗത്തിന് അങ്ങനെ കാര്യമായ കടബാധ്യതകളൊന്നുമില്ല. 4 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് കിട്ടി. പിന്നെ കരയോഗത്തെ പറ്റി ഇപ്പം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ അറിയാം. നമുക്ക് ഉള്ള സ്ഥലം നമ്മൾ സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ചുറ്റുമതിലുകളൊക്കെ തീർത്ത് അത്യാവശ്യ ഘടകമ്പോളങ്ങളൊക്കെ കൊണ്ട് അതിലെ എല്ലാ അത്യാവശ്യ കടമുറികളൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓഫീസ് റൂം ഈയിടെ തുടങ്ങിയിട്ടുണ്ട്. പലരും ഇങ്ങനെ പറഞ്ഞു ഒന്ന് കയറി വരാൻ. ഓഫീസ് റൂം സംവിധാനം ഇല്ല. അതും ഇത്തവണ നമ്മളത് ശരിയാക്കിയിട്ടുണ്ട്. ബാക്കി റൂമേ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. അന്ന് ഒഴിഞ്ഞു കിടന്ന റൂമായിരുന്നു, അപ്പോൾ ഓഫീസ് റൂം ആക്കിയതാണ്. നമുക്ക് ഇങ്ങോട്ട് ഒരു എൻട്രൻസ് വേണം. പിന്നെ മേശ കസേരയൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അത് മുൻകാലങ്ങളിൽ നമ്മൾ ഒന്ന് അതിലെ കൊണ്ടുവരണം, ഒന്ന് അതിൻ്റെ തിരിഞ്ഞ് കറങ്ങി വരണം. അപ്പം അതിനോട് ഒരു സംശയം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കടമകളിലോട്ട് കിടക്കണം. നമ്മളിനിപ്പം ഇവിടുത്തെ പ്രധാന കാര്യപരിപാടികളെന്ന് പറഞ്ഞാൽ സ്വാഗതം കഴിഞ്ഞ അധ്യക്ഷ പ്രസംഗം, 2023-24 വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കട്ടെ, അതിനെപ്പറ്റി ഒരു ചർച്ചകളുണ്ടാകും. അതുകൂടാതെ SLC+2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നെ നോട്ട് ബുക്ക് വിതരണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ധനസഹായം 2 കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു, ഞാൻ പിന്നീട് പറയാതെ തന്നൊക്കെ അതങ്ങനെയുണ്ട്. അതുകൂടാതെ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കരയോഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ ഒരു മുരളീധരൻ നേർക്ക് നമ്മൾ ഒരു ചികിത്സാ സഹായം കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ ആലോചിച്ചിട്ടുണ്ട്. അത് ഒരുപാട് വീട് കയറി ഇറങ്ങി പിരിക്കാനൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒഴിവ് കിട്ടിയില്ല. അതുകൊണ്ട് കാര്യമായിട്ട് പിരിക്കാൻ പറ്റിയില്ല. നമ്മളത് നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നു, പേപ്പറിലുണ്ട്, വാട്സപ്പിലുണ്ട്, ഒക്കെ ഇട്ടതാണ്. പക്ഷേ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇത് തന്നെ ഞങ്ങൾ കരയോഗ കമ്മിറ്റിയൊക്കെ കൂടി
സഹകരിച്ച് കുറച്ച് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പേര് ധനസഹായം തന്നിട്ടുമുണ്ട്. അപ്പം അതിൻ്റെ നിർണ്ണം കൊടുക്കണം. ഇതുകൊണ്ട് തീർന്നില്ല, അങ്ങനെയൊരു നല്ല ഓപ്പറേഷൻ വേണം. അതിനൊരു 10-15 ലക്ഷത്തോളം രൂപ ചിലവാണ്. അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കഴിയുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും അവസരമുണ്ട്, ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട് വീട്ടുകാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശുപാർശ പ്രകാരം ചങ്ങനാശ്ശേരി ദുബായ് NSSൽ നിന്ന് 50,000 രൂപ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അവർ തന്നെ അറിയിക്കുകയും ചെയ്തു. നമ്മൾ പിന്നെ കരകത്തിൽ നിന്ന് അവർക്ക് നന്ദി കത്തയച്ച് ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. റൈറ്റ് മിഷനാണ് ഇത് ആദ്യമായിട്ട് പബ്ലിസിറ്റി ചെയ്തത്. അപ്പോൾ അതിലൂടെയാണ് ആ വിവരം ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ എന്തെങ്കിലും നേരിട്ട് കൊടുത്തു എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. എന്താണെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം നമ്മൾ ഈ എപ്പോഴും ചെന്ന് ചികിത്സയ്ക്ക് ഒരു പിരിവ് വേണം, അല്ല ഇന്നോർക്ക് പിരിവ് വേണമെന്ന് ചോദിക്കുക, പറയുക, തരുന്നവർ തരും, തരാത്തവർ തരില്ല, തന്നുകൊണ്ടിരിക്കുന്നവർ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പം നമുക്കതിനൊരു ഫണ്ട് സ്വരൂപിക്കുന്നതിനെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അധികരിക്കാൻ കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആർക്കാ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ സമുദായത്തിൻ്റെ കരയോഗത്തിൻ്റെ കടമയാണ്. കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അനുസരണം നിങ്ങൾക്കത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമുക്കതൊക്കെ ധാരണയില്ല. ഈ പ്രസംഗം ഇങ്ങനെ കാര്യമായിട്ടൊന്നും നീട്ടിക്കൊണ്ടുവരില്ല. നമുക്ക് പുറത്തുനിന്ന് പ്രസംഗിക്കാനൊന്നും ആളില്ല. അതുകൊണ്ട് നമുക്കൊരു 12:30-12:30ക്കുള്ളിൽ ഈ യോഗ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോകാം. മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അനുകൂലമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലോട്ട് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും കരയോഗം പ്രസിഡന്റായ രാമേന്ദ്രൻ മാഷെ ഞാൻ സ്വാഗതം ചെയ്തു. കരയോഗ വൈസ് പ്രസിഡന്റ് എങ്ങേട്ടൻ സ്വാഗതം ചെയ്യുന്നു. കരയോഗ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാറിന് യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കമ്മിറ്റിക്കാരെ എല്ലാവരുടെയും പേര് എല്ലാവർക്കും അറിയാം. ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവരും ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വനിതാ സമാജത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അവരോടൊപ്പമുള്ള കമ്മിറ്റിക്കാർക്കുൾപ്പെടെ യോഗത്തിലേക്ക് സ്വാഗതമാക്കുന്നു. അതിനേക്കാളുപരി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കരയോഗ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞാൻ നമ്മുടെ യോഗത്തിൽ സ്വാഗതം പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചുകുട്ടികളൊക്കെ, വിദ്യാർത്ഥികൾ, അവർ നോട്ട് ബുക്ക് മേടിക്കാനും അവാർഡ് മേടിക്കാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് NSS. യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി രാമേന്ദ്രൻ മാഷെ വിളിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, നമ്മളുടെ കരയോഗ കമ്മിറ്റി ഭാഗങ്ങളെ എത്തിച്ചേർന്നുള്ള കരയോഗ അംഗങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളുടെ കരയോഗം 34 വർഷം ഇത് നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്ന, ഇന്നിപ്പോൾ ഇതുപോലെ ഈ കാണുന്ന ഇടങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മളുടെ പൂർവികരും ചെയ്തിട്ടുള്ള സുദീർഘമായിട്ടുള്ള സേവനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ കമ്മിറ്റി ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് പരമാവധി സത്യസന്ധമായി, ആത്മാർത്ഥമായി, അർപ്പണബോധത്തോടുകൂടി തന്നെയാണ്. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കമ്മിറ്റി വന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട് നല്ല രീതിയിൽ തന്നെ അർപ്പണബോധത്തോടുകൂടി, പ്രത്യേകിച്ച് നമ്മളുടെ സെക്രട്ടറിയുടെ
ആ ഒരു ഭാവനാപൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നും നമ്മളുടെ കരയോഗ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിലനിർത്തുന്നതിനും ഇതുപോലെ ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുന്നതിനും നമുക്കെല്ലാം ബാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കൂട്ടായ പ്രവർത്തനം കൊണ്ട് നിരവധി ആളുകൾക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ നാമമാത്രമായിട്ടുള്ള ഒരു വലിയ സംഖ്യ വിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ 10 മടങ്ങ് നമ്മൾ നമ്മുടെ കരയോഗാംഗങ്ങൾക്ക് സൗകര്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിലനിർത്തണതും ഒക്കെ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അത് തുടർന്ന എല്ലാവർക്കും ഇതിനുപോലും വരാൻ സന്മനസ് കാണിക്കാത്തവർക്ക് അപേക്ഷ വരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അടുത്തത് കീർത്തന വന്നിട്ടുണ്ടോ? കീർത്തന +2 വിദ്യാഭ്യാസ സഹായം ഇത് ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന വില്ലടത്തെ രാമചന്ദ്രൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി 2 കുട്ടികൾക്ക് ഇതുപോലെ വിദ്യാഭ്യാസ സഹായം കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങേര് നമുക്ക് കരയോഗത്തിൽ ഏൽപ്പിച്ചാണ് അത് ഞങ്ങൾ കൈമാറി. അപ്പോൾ കൊടുക്കാൻ വേണ്ടി രാമേന്ദ്രേട്ടനോടെ വരെ വരാൻ പറ്റുമെങ്കിൽ വരൂ. രാമേന്ദ്രേട്ടൻ തിരിഞ്ഞില്ലേ ഫോട്ടോ കൊടുത്തോളൂ. അത് കൊടുത്തോളൂ. കൊടുക്ക 2 കുട്ടികൾ അനാമിക എലിയപ്പാട്ട് വന്നോളൂ. അനാമിക എലിയപ്പാട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനാമിക എലിയപ്പാട്ട് അക്ഷയ
2 പേരോട് 2 പേർക്ക് കൊടുക്കണം. എത്രയില്ല? 1. 3-ാം ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത 4-ാം ക്ലാസ്സാണ്. വൃത്തിക്ക് 4 അല്ലല്ല 3 കുട്ടി. മറ്റേ കാഴ്ചക്കാർ കാണുന്നു 3 കുട്ടി. അടുത്തത് 5-ാം ക്ലാസ്. വരും നന്ദിയപ്പോൾ 5 കുട്ടി. വരും നന്ദിയപ്പോൾ 5 കുട്ടികളുണ്ട്. ഇത് പുറത്തുപോയി നടത്തിയിട്ടുള്ളൂ. വരും നന്ദിയപ്പോൾ 5 കുട്ടി. അടുത്തത് 6-ാം ക്ലാസ്. അഭിനവ് പരമാവധി. അഭിനവ് അദ്വൈത് കൃഷ്ണ. അദ്വൈത് കൃഷ്ണ ആദിദേവ് വെള്ളിക്കാട്ട്. ആദിദേവ് വെള്ളിക്കാട്ട്. അടുത്ത അഭിനന്ദൻ ഏകത്തിൽ. അഭിനന്ദൻ ആദർശ് മാങ്ങോട്ട്. Hola.
ജ്യോതിഷില്ലേ? ജ്യോതിഷിന്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും കഴിക്കാം. അമ്മയോ അച്ഛനോ കയ്യിലോട്ടോ കഴിച്ചോളൂ. സന്തോഷം. അക്ഷയ് കൃഷ്ണ, അക്ഷയ് കൃഷ്ണ, അക്ഷയ് കൃഷ്ണനെ എടുക്കുക. അടുത്തത് 11ാം ക്ലാസ് അനിൽകുമാർ ആണാല. അനിൽകുമാർ ആണാല. അടുത്ത ഷാജി. മാനവന്റെ ശേഖരൻ നാളവില്ല. ജ്യോതിക വന്നിട്ടില്ല. അശ്വതി കാണാൻ അശ്വതി അല്ല അശ്വതി കാണാനില്ലേ? അല്ല അതേ ജോലിക്കമാണൊക്കെ എന്താ സമ്മതിക്കുന്ന ആരെങ്കിലും പറയാം. അവസാനിക്കുന്നതിന് കാരണം എല്ലാവരും ബിരിയാണിയുടെ മണമൊക്കെ അടിച്ചിട്ട് ക്ഷമപ്പെട്ടിരിക്കുകയായിരിക്കും. കുട്ടികൾക്കൊക്കെ വിശപ്പം തുടങ്ങുന്നതാണ്. എന്നാലും എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 10 മിനിറ്റ് എടുത്താലും ആരും ദേഷ്യപ്പെടണ്ട, വിഷമിക്കണ്ട. ആദ്യം തന്നെ ഞാൻ പറയണം.
ഒന്നാമത് നമ്മൾ A+ കിട്ടിയവരെ നമ്മളിവിടെ അനുമോദിച്ചു. A+ ഉണ്ട്, A ഉണ്ട്. A+ കിട്ടിയവരെ അനുമോദിച്ചുകൊണ്ട് തന്നെ A ഉള്ളവരും എൻ്റെ താഴെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഈ അനുമോദനം ബാധകമാണ്. ഇപ്പം ജയിക്കാനും എല്ലാവരും ഒന്നാമത് ജയിച്ചില്ല, ആരും ജയിക്കാത്തൊന്നുമില്ല. ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേ ഇതിൽ തന്നെ വരാൻ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരും അഹങ്കരിക്കും വേണ്ട, എനിക്ക് A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കുകയും വേണ്ട. കാരണം A+ കിട്ടാത്ത ആരും തോറ്റ് പഠിച്ച് ജയിച്ചവരും എത്രയോ ഉന്നതിയിലെത്തി എത്രയോ ആൾക്കാരുണ്ട്. ആരും അപ്പം ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഒരാളുടെ ഒരു ഇത് പറഞ്ഞു, പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഭയങ്കര പഠിച്ച് ഭയങ്കര അതായത് ക്ലാസ്സിൽ ഫസ്റ്റും സെക്കൻഡ് റാങ്കൊക്കെ നേടിയ ആളുകളായിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ കമ്പനിയിലാണ് ഇവർ ജോലിക്ക് പോയതെന്നുള്ളതാണ്. അപ്പം ആരായിരുന്നു പുള്ളിക്കാരൻ? ഒന്ന്. അതേപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെ പിന്നെ ഞാൻ സുന്ദർ പിച്ചയുടെ വന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. ഈ മനുഷ്യനൊന്നും അതുപോലെ വലിയ പഠിച്ച് വലിയ ഇതാളായിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. പക്ഷേ സാഹചര്യങ്ങളാണ് ചില കാര്യങ്ങളെ വഴി തിരിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് വഴി തെറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഈ ലോകത്തിന് വഴി കാണിച്ചു കൊടുത്തത്. സുന്ദർ പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, എന്നൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അവർക്ക് അറിയാൻ വഴി. ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ നേരെ വൈകിപ്പോയി. നേരം വൈകിയപ്പോൾ അവിടെ ചെന്നപാടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആളുടെ ഭാര്യ അടക്കം പങ്കെടുത്ത പരിപാടിയിലാണ്. പക്ഷെ അയാൾ ചെന്നപ്പോൾ നേരം വൈകിപ്പോയി. എല്ലാവരും അടച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഡിന്നറിന് പോയതൊക്കെ കഴിഞ്ഞപ്പോൾ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെയും കൂടി മോശപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര സംസാരമായി. അവസാനം അന്ന് രാത്രിയിൽ ആൾ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്താണ് എനിക്കിങ്ങനെ വഴി തെറ്റാൻ കാരണം, ഈ വഴിതെറ്റിൽ ഒഴിവാക്കാൻ എന്താ വഴിയെന്ന് ആള് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ നിന്നാണ് ആള് കണ്ടുപിടിച്ചത് ഈ ഗൂഗിൾ മാപ്പ്. അപ്പൊ ആൾക്ക് വഴി തെറ്റിയപ്പോൾ ആള് ലോകത്തിന് മുഴുവൻ വഴി കാണിച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഒന്നിട്ട് കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ പൊതുവെ നമുക്കുള്ള ഒരു A+ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഹംഭാവം ഉണ്ടാവും. പക്ഷെ ആ അഹംഭാവം വേറെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് +2ലേക്ക് വരുമ്പോൾ SSLCക്ക് ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ +2ലേക്ക് അതേ A+ നിലനിർത്താൻ പലർക്കും കഴിയുന്നില്ല. പക്ഷെ അവരത് നിലനിർത്തി കൊണ്ടുപോകണം, എന്നാലാണ് കാര്യം. അത് +2 മാത്രമല്ല, ഡിഗ്രിക്കും PGക്കും അതിന് മുകളിലേക്ക് നമ്മളത് നിലനിർത്തി കൊണ്ടുപോയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരു ജോലിക്ക് സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് നായന്മാർക്ക് അത് ഞാൻ എടുത്തു പറയാൻ കാരണം നായന്മാർക്ക് പ്രത്യേക സംവരണമൊന്നുമില്ല. അതിൻ്റെ അനുഭവങ്ങൾ കുറേ പേരുണ്ട്. ഈ NSSന്റെ തന്നെ ഒരു കാലത്ത് നമ്മൾ കേസിൽ നടന്നൊരു ക്രിമിലെയർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ക്രിമിലെയർ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മളാണ് കേസ് നടത്തി കൊണ്ടുവന്നതാണ്. അപ്പൊ ആ ക്രിമിലെയറിൽ ഇപ്പോ तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगल दायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।